ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് അവൽ ഉപ്മ. അതിന് 2 കപ്പ് അവലെടുത്ത് ഒരു പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം ഒരു അരിപ്പിയിലേക്ക് ഇടുക. വെള്ളമെല്ലാം വാർന്ന ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് അതിനെ ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് ഉപ്പുമിട്ട് ഒന്ന് ഇളക്കിയ ശേഷം 20 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ ഉപ്മ ഉണ്ടാക്കാനായിട്ട് മട്ട അവലോ അല്ലെങ്കിൽ തിക്ക് അവലാണ് നല്ലത്. തിന്നായിട്ടുള്ള അവലാണെങ്കിൽ ആകെ കുഴഞ്ഞു പോകും. ഒരു കടായി എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒരല്പം കടുക്, 1 ടീസ്പൂൺ കടലപ്പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ നിലക്കടല, ഒരു നുള്ളു ജീരകം ഇട്ട് നല്ല ചുവക്കെ വറുക്കുക. നല്ല മണം വരും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും 1 നുള്ള് കായപ്പൊടി ഇട്ട് ഒന്ന് വഴറ്റുക. അതിനുശേഷം അര സവാള ചെറുതായി മുറിച്ചതിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞളും ഇട്ട് നന്നായി ഒന്ന് മുരിയുന്നത് വരെ വഴറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച അവിലിടാം. ഞാൻ നേരത്തെ മഞ്ഞൾ ഇടാൻ മറന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. എണ്ണയിലേക്ക് മഞ്ഞൾ ഇട്ടാൽ മാത്രമേ അത് നല്ല മൊരിഞ്ഞ് വരികയുള്ളൂ, നല്ല മണവും ഉണ്ടാവും. ഇനി ഇതിനെ ഒരു 5 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവലൊക്കെ ഒന്ന് വെന്ത് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചിരവിയ തേങ്ങയും കുറച്ച് മല്ലിത്തഴ അരിഞ്ഞതും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ അവൽ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റായോ ലഞ്ചായോ ടിഫനായോ ഡിന്നറായോ ഇനിയിപ്പോൾ സ്നാക്സായി വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇറക്കിയ ശേഷം നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരൊഴിച്ച് ഒന്ന് ഇളക്കിയാൽ സംഗതി ഉഷാറായി. ആ പുളിപ്പും കൂടി ആവുമ്പം നമ്മുടെ അവൽ ഉപ്മാവ് വളരെ ടേസ്റ്റി ആവും. ഡെയിലി ഒരേ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊന്നും ഇനി വേണ്ട. ഇതൊന്ന് ട്രൈ ചെയ്യൂ. അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്